മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെപ്പറ്റി ഒരു വാർത്ത വന്നു. എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. മനോരമയിൽ തനിക്കെതിരെ വന്ന വ്യാജവാർത്തയിൽ പ്രതികരിച്ച് നടൻ മണികണ്ഠൻ. വാർത്ത ഇങ്ങനെയാണ്: അനധികൃത സ്വത്ത് സമ്പാദന കേസ്, നടൻ മണികണ്ഠന് സസ്പെൻഷൻ. മണികണ്ഠന്റെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടൻ മണികണ്ഠൻ ലൈവിൽ വന്നാണ് തനിക്ക് നേരിട്ട അപമാനത്തെപ്പറ്റി പറയുകയും മനോരമയ്ക്കെതിരെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെപ്പറ്റി ഒരു വാർത്ത വന്നു. എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. കള്ളപ്പണമാണ് വിഷയം. അപ്പോ മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ്. എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല. അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ, ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ കുറച്ചായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പടി இருக்கீங்க, நல்லா இருக்கீங்களா, சொல்லுங்க ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠനാ? அதே மணிகண்டனாണ് എന്ന് പറഞ്ഞപ്പോ இல்ல நீங்க உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளால எனக்கு ஒரு ஃப்ரெண்ட் இருக்காரு, அவர் அனுப்புனாரு. அப்படிதான் நான் உங்களுக்கு கால் பண்ணது ഉണ്മയാണെന്ന് தெரிஞ்சுக்கிறதுக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലാന്ന്. അവരാ സമയത്ത് ആ നടൻ അറസ്റ്റിലായി, നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട്. അപ്പോ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന, വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ശരി. മനോരമ മലപ്പുറം എഡിഷനിലാണ് ഈ വാർത്ത വന്നത്. അനധികൃത സ്വത്തു സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠന് സസ്പെൻഷൻ എന്നായിരുന്നു വാർത്ത. ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്ന് 1.90 ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി. വരവിൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഒക്ടോബർ 29 റെയ്ഡ് നടന്നത്. കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കെ മണികണ്ഠന്റെ വാടക വീട്ടിൽ നിന്ന് പണത്തിന് പുറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് സിനിമാ നടൻ മണികണ്ഠന്റെ ചിത്രവും ചേർത്തിരിക്കുന്നത്. മണികണ്ഠൻ ലൈവിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: എന്റെ ഫോട്ടോ കണ്ടാൽ മനോരമയ്ക്ക് മനസ്സിലാകത്തില്ലേ? എന്റെ ഏറ്റവും വൃത്തിയുള്ളൊരു ഫോട്ടോയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. മനോരമ എന്റെ വീടിന്റെ ഐശ്വര്യം എന്ന തലക്കെട്ടോടുകൂടി വ്യാജ വാർത്തയും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. നിരവധി ആളുകളാണ് അതിന് കമന്റുമായി എത്തിയിരിക്കുന്നത്. നിങ്ങളൊരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് പിന്നിലെന്നും, അല്ലെങ്കിൽ വ്യാജ വാർത്ത കണ്ടുപിടിച്ചവനെ 2 കാലും തല്ലിയൊടിക്കുക എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് എത്തുന്നത്. മണികണ്ഠന് സപ്പോർട്ടുമായിട്ടാണ് ആരാധകരെത്തിയിരിക്കുന്നത്. മണികണ്ഠൻ താൻ വാർത്തയറിഞ്ഞത് ഇപ്രകാരമാണെന്നാണ് ലൈവിൽ പറയുന്നത്. തനിക്ക് ഒരു തമിഴ് സിനിമയിൽ നിന്ന് അവസരം വന്നിട്ടുണ്ടെന്നും അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് സത്യാവസ്ഥ അറിയുകയുമായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വാർത്ത വായിച്ച് സത്യമാണെന്ന് കരുതി അവർ തനിക്ക് പകരം മറ്റൊരാളെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ തന്റെ ഒരു അവസരം നഷ്ടപ്പെടുമായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് മനോരമ ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏതായാലും മനോരമയുടെ മലപ്പുറത്തെ ഈ വാർത്തയ്ക്ക് പിന്നിൽ ഫോട്ടോ മാറിയതാണ് കാരണം. എന്തായാലും ഫോട്ടോ മാറി പുലിവാൽ പിടിച്ചിരിക്കുകയാണ് മലയാള മനോരമ.
മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തില് മലപ്പുറം എഡിഷനിൽ എന്നെപ്പറ്റി ഒരു വാർത്ത വന്നു. എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. കള്ളപ്പണമാണ് വിഷയം. അപ്പോ മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ്. എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല. അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ, ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പി இருக்கீங்க நல்லா இருக்கீங்களா சொல்லுங்க ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠനാ? அதே மணிகண்டனாണ് എന്ന് പറഞ്ഞപ്പോ இல்ல நீங்க உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளால எனக்கு ஒரு ஃப்ரெண்ட் இருக்காரு, அவர் அனுப்புனாரு. அப்படிதான் நான் உங்களுக்கு கால் பண்ணது ഉണ്മയാണെന്ന് தெரிஞ்சுக்கிறதுக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലാന്ന്. അവരാ സമയത്ത് ആ നടൻ അറസ്റ്റിലായി, നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട്. അപ്പോ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന, വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ശരി.